ഹലോ എവരിവൺ, ടെക് പേസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. കേരള PSC 2026 ജൂണിൽ നടത്താനിരിക്കുന്ന ഇലക്ട്രിക്കൽ എക്സാംസിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. അതായത് വിവിധങ്ങളായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് ഇലക്ട്രീഷ്യൻ, ഇലക്ട്രിക്കൽ ഹെൽപ്പർ, ഇലക്ട്രിക്കൽ ലൈൻ ഹെൽപ്പർ മുതലായ പോസ്റ്റുകളിലേക്ക് കേരള PSCയുടെ എക്സാമുകൾ ധാരാളം നടക്കുന്നുണ്ട്. അതിൽ ജൂൺ 2026 നടക്കാനിരിക്കുന്ന പരീക്ഷകൾ ഏതൊക്കെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തുടങ്ങി എല്ലാ വിശദമായിട്ടുള്ള വിവരങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിശോധിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2026 ജൂൺ 9 നടക്കാനിരിക്കുന്ന പരീക്ഷകളെ പറ്റിയാണ്. അപ്പോൾ ഈ ഒരു പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ നൽകാനായിട്ടുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 2026 ഏപ്രിൽ 11 ആണ്. ഓക്കെ, അടുത്ത മാസം ഏപ്രിൽ 11 ആണ് കൺഫർമേഷൻ നൽകാനുള്ള അവസാന തീയതി. അപ്പോൾ ഈ ഒരു അവസാന തീയതിയിലേക്ക് നിങ്ങൾ കാത്തിരിക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുത്ത് തുടങ്ങിക്കോളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമിനെ പറ്റി ഏതൊക്കെയാണ് എക്സാം എന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ കാറ്റഗറി നമ്പർ 497/2025, അതായത് കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. അപ്പോൾ ആ ഒരു എക്സാമിന്റെ കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, 497/2025 ആണ്. അടുത്ത കാറ്റഗറി നമ്പർ വരുന്നത് 544/2025 ആണ്. ഷെഡ്യൂൾ കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യൻ ബൈ ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റ്, ഇതാണ് പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ ഡേറ്റിൽ നടക്കാനിരിക്കുന്ന രണ്ടാമത്തെ എക്സാം. ഇനി അടുത്തത് ഷെഡ്യൂൾ കാസ്റ്റ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ ഇലക്ട്രീഷ്യന്റെ ഡയറക്ട് റിക്രൂട്ട്മെന്റ്. അപ്പോൾ ഒന്ന് ട്രാൻസ്ഫർ റിക്രൂട്ട്മെന്റും മറ്റൊന്ന് ഡയറക്ട് റിക്രൂട്ട്മെന്റുമാണ്. രണ്ട് കാറ്റഗറി നമ്പർ ആണ്. ഒന്ന് 544/2025, മറ്റൊന്ന് 545/2025. അപ്പൊ കാറ്റഗറി നമ്പർ ശ്രദ്ധിക്കുക, ഒന്നുകൂടെ പറയാം, 497/2025, 544/2025, 545/2025. ഇത്രയും കാറ്റഗറി നമ്പറുകളിലേക്കുള്ള എക്സാം ആണ് 9/6/2026 നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അത് ശ്രദ്ധിക്കുക, അതൊന്ന് ഓർത്തു വയ്ക്കുക. അടുത്തത് 10/6/2026 ജൂൺ 10 നടക്കാനിരിക്കുന്ന പരീക്ഷകൾ ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ ഈ പരീക്ഷകൾക്കും ലാസ്റ്റ് ഡേറ്റ് ഓഫ് കൺഫർമേഷൻ നൽകാനുള്ള അവസാന തീയതി ഏപ്രിൽ 11 തന്നെയാണ്. 2026 ഏപ്രിൽ 11 മുൻപായി നിങ്ങൾ കൺഫർമേഷൻ കൊടുത്തിരിക്കണം. അപ്പോൾ ഈ കൺഫർമേഷന്റെ അവസാന തീയതികൾ ഇങ്ങനെ ഡെഡ് ലൈൻ ആയിട്ട് പറയുമ്പോൾ ഈ മിക്ക വെബ്സൈറ്റുകളിലും, അതായത് PSC മാത്രമല്ല ഏതൊരു വെബ്സൈറ്റ് ആയിരുന്നാലും അവസാന ഡെഡ് ലൈൻ ആവുമ്പോഴത്തേക്ക് അതിൽ സ്വാഭാവികമായിട്ടും ഒരു ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ട്. സൈറ്റ് ഡൗൺ ആവാറൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് കടക്കാതെ എത്രയും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുത്തോളൂ. അപ്പോൾ നമുക്ക് എക്സാമുകൾ ഏതൊക്കെയാണ് ഓരോന്നായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ, ആദ്യം തന്നെ യൂണിവേഴ്സിറ്റീസ് ഇൻ കേരളയിലേക്ക് നടക്കുന്ന ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കുള്ള നിയമനമാണ്. അതിന്റെ കാറ്റഗറി നമ്പർ 464/2025 ആണ്. അടുത്തത് 465/2025 റീഹാബിലിറ്റേഷൻ പ്ലാന്റേഷൻ ലിമിറ്റഡിലേക്ക് ഇലക്ട്രിക്കൽ ഹെൽപ്പർ പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. ശ്രദ്ധിക്കുക. അടുത്തത് 556/2025 കേരള വാട്ടർ അതോറിറ്റിയിലേക്കാണ് ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്ക് നിയമനം നടക്കുന്നത്. 556/2025. അടുത്ത കാറ്റഗറി നമ്പർ വരുന്നത് 634/2025 ആണ്. അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇലക്ട്രീഷ്യൻ പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. അതുപോലെ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്ക് ഇലക്ട്രിക്കൽ ലൈൻ ഹെൽപ്പർ പോസ്റ്റിലേക്ക് ഒരു എക്സാം നിയമനം നടക്കുന്നുണ്ട്. ഇതിലൂടെ അതിന്റെ കാറ്റഗറി നമ്പർ വരുന്നത് 741/2025 ആണ്. അടുത്തത് 776/2025 പബ്ലിക് വർക്ക്സ് ഇലക്ട്രിക്കൽ വിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫേമിലേക്ക് ലൈൻമാൻ പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. ഓക്കെ, അപ്പൊ കാറ്റഗറി നമ്പർ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. 464/2025, 465/2025, 556/2025, 634/2025, 741/2025, 776/2025. സോ ഇത്രയും കാറ്റഗറി നമ്പറിലേക്കുള്ള ഈ ഏകദേശം 6 കാറ്റഗറി നമ്പറുകളിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്കുള്ള എക്സാം നടക്കുന്ന തീയതി എന്ന് പറയുന്നത് 10/6/2026 ആണ്. അത് ശ്രദ്ധിക്കുക. കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി എന്ന് പറയുന്നത് 11/4/2026 ആണ് എന്നുള്ള കാര്യവും പ്രത്യേകം നോട്ട് ചെയ്യുക. ഓക്കെ, അടുത്തത്
9/6/2026 നടക്കാനിരിക്കുന്ന എക്സാമുകൾ. ഓക്കെ, 3 കാറ്റഗറി നമ്പറുകളിലേക്കാണ് എക്സാം നടക്കുന്നത്. അപ്പൊ ആ ഒരു എക്സാമിന്റെ സിലബസ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 10 മൊഡ്യൂൾസ് ആണുള്ളത്. ഓരോ മൊഡ്യൂൾസിനും 10 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ലഭിക്കുന്നത്. അങ്ങനെ ആകെ 100 മാർക്കിന്റെ OMR എക്സാം ആണ് നടക്കുന്നത്. അപ്പൊ അത് ഏതൊക്കെയാണ് എന്ന് പരിശോധിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഫണ്ടമെന്റൽസ് ഓഫ് ഇലക്ട്രിസിറ്റി, അതാണ് ഫസ്റ്റ് മോഡ്യൂൾ. അടുത്തത് ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിസം, ഫണ്ടമെന്റൽസ് ഓഫ് AC സിസ്റ്റം, മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, സേഫ്റ്റി, ഫസ്റ്റ് എയ്ഡ്, ബാറ്ററീസ് ആൻഡ് സോളാർ സെൽ അഞ്ചാമത്തെ മൊഡ്യൂൾ ആണ്. ആറാമത്തെ മൊഡ്യൂൾ വയറിംഗ് ആക്സസറീസ് ആണ്. 7 DC മെഷീൻസ്, 8 AC മെഷീൻസ്. 9ാമത്തെ മൊഡ്യൂൾ ആയിട്ട് വരുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആണ്. 10ാമത്തെ മൊഡ്യൂൾ ആയിട്ട് വരുന്നത് പവർ ഇലക്ട്രോണിക്സ് ആണ്. അങ്ങനെ ആകെ 100 മാർക്കിന്റെ OMR എക്സാം ആണ് നടക്കാനിരിക്കുന്നത്. അടുത്തത് നിങ്ങൾക്ക് 10/6/2026 ആ ഒരു ഡേറ്റിലാണ് എക്സാം നടക്കുന്നതെങ്കിൽ 6 കാറ്റഗറി നമ്പറിലേക്കുള്ള പോസ്റ്റുകളിലേക്കാണ് ആ ഒരു ഡേറ്റിൽ പരീക്ഷ നടക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ കണ്ടു. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് 10/6/2026 ആണ് എക്സാം എങ്കിൽ ആ ഒരു എക്സാമിന്റെ പ്രധാനപ്പെട്ട സിലബസ് എന്ന് പറയുന്നത് ഇവയാണ്. അതും 10 മൊഡ്യൂളുകൾ തന്നെയാണ്. ഓരോ മൊഡ്യൂൾസിനും 10 മാർക്കിന്റെ വെയിറ്റേജ് വെച്ച് ആകെ 100 മാർക്കിന്റെ OMR എക്സാം ആണ് നടക്കാനിരിക്കുന്നത്. അപ്പോൾ ഓരോ സബ്ജക്ട് അല്ലെങ്കിൽ ഓരോ മൊഡ്യൂളായിട്ട് പരിശോധിക്കുകയാണെങ്കിൽ ബേസിക് ഇലക്ട്രിസിറ്റി, ഓംസ് ലോ, മാഗ്നറ്റിസം, alternating current and earthing, DC machine, AC motors, single and three phase, instruments and transformers, illumination and basic electronics, power generation, ട്രാൻസ്മിഷൻ. ഇത്രയും ടോപ്പിക്സ് ആണ് അവിടെ നിങ്ങൾ കവർ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഓക്കെ, സിലബസിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ അതൊക്കെയാണ്. ഇനി ഈ ഇലക്ട്രീഷ്യൻ കോഴ്സുകളിൽ അല്ലെങ്കിൽ ഈ ഇലക്ട്രീഷ്യൻ പോസ്റ്റുകളിലേക്ക് അപ്ലൈ ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പ്രിപ്പറേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിലൂടെ ടെക് PSC ഓഫർ ചെയ്യുന്ന ക്രാഷ് കോഴ്സിലൂടെ തീർച്ചയായിട്ടും ഉയർന്ന റാങ്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. കാരണം ഈ കോഴ്സിന്റെ പ്രത്യേകത, ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന പ്രത്യേകത തന്നെയാണ്. കാരണം ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് സെഷൻസ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കും. ലൈവ് സെഷൻസും റെക്കോർഡഡ് സെഷൻസും നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലൂടെ ലഭിക്കും. ഇനി ഏതൊരു സമയത്തും ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ എക്സാം തീയതി വരെയും നിങ്ങൾക്ക് ലഭ്യമാകും എന്നുള്ളതും ഈ ഒരു കോഴ്സിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഓക്കെ, അപ്പോ ഈ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ നിങ്ങൾക്ക് ഒന്നും തിരക്കി റെഫറൻസിന് പോകേണ്ട ആവശ്യമില്ല. കാരണം എല്ലാം നിങ്ങൾക്ക് ഡൗൺലോഡബിൾ ആയിട്ടുള്ള PDF ഫോർമാറ്റിൽ ലഭ്യമായിക്കൊണ്ടിരിക്കും. 3000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോട് കൂടിയ ടോപ്പിക് വൈസ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം ഫീഡ്ബാക്കോട് കൂടിയ 20ഓളം മോഡൽ എക്സാമുകളും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉയർന്ന റാങ്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കും. ഈ ഒരു കോഴ്സിന്റെ കോഴ്സ് വാലിഡിറ്റി എന്ന് പറയുന്നത് എക്സാം തീയതി വരെയുമാണ്. അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഈ ഒരു കോഴ്സിനെ പറ്റി എന്തെങ്കിലും സംശയങ്ങളുള്ളവർ ടെക് PSCയുടെ താഴെ കാണുന്ന നമ്പറുകൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെ വിജയാശംസകളും അറിയിക്കുകയാണ്. താങ്ക് യു.